കണ്ണു തുറക്കല്ലേ, അമ്മയാ. കണി കാണണ്ടേ, ഇന്ന് വിഷുവല്ലേ? പടക്കം പൊട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എന്നാരും വെടിവെച്ചിട്ടതാണ്. രാത്രി കിടക്കുമ്പോഴേ നാമം ചൊല്ലിട്ട് കിടക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കാണും. ഭഗവാനെ തൊഴുതു. എവിടെ? ഷാരോത്ത ചക്കയല്ലേ മേത്? അടുത്തിരിക്കുന്ന കൃഷ്ണൻ നോക്കടാ. അത്താഴ ഉണ്ടേ. ഒന്നും കൊടുക്കാതെ കെട്ടിക്കാൻ പറ്റിയ ഒരാളുണ്ട്, നോക്കണം. എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ആൾക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അത് സാരില്ല, പകലുണ്ടാവൂലോ. പക്ഷെ മോളുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല, അമ്മായിപ്പന്റെ അടുത്ത് ചിലപ്പോ ഉണ്ടാവും. സ്റ്റേഷനിലൊക്കെ ആയിട്ട്. അയാളും പോലീസിലാ? ഇടയ്ക്കൊക്കെ പോലീസിലാവും. മനസ്സിലായില്ല. കള്ളനാ, പേര് മാധവൻ. ഞാനാ. എനിക്ക് ഡൗറി ഒന്നും വേണ്ട, വല്ല ഡവറയും ഉണ്ടെങ്കിൽ കിണ്ടിയും. എന്താണ് പ്രഭയുടെ അഭിപ്രായം? പട്ടാളം പുരുഷോത്തമൻ. ഇതിലൊരു മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കാൻ നിനക്ക് എന്നാ യോഗം ഉണ്ടാവുക? എന്താ? അല്ല, അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും. ഞാനൊന്നും നമ്പൂരിച്ചിനെ കണ്ട് ഒരത്യാവശ്യം. ഞാനെല്ലാം കേട്ടു. മാധവേട്ടന് എന്നെ ഇഷ്ടമാണെന്നാ ഞാൻ വിചാരിച്ചേ. ഇഷ്ടം? ഇഷ്ടാണല്ലോ, അതാണല്ലോ ഞാൻ. ആ ഇഷ്ടമല്ല എനിക്ക്. ഞാൻ സാരല്ല, എന്റെ പൊട്ടുബുദ്ധിക്ക് വെറുതെ തോന്നിയതാവും. സാരല്ല. കോളേജ് പഠിത്തൊക്കെ എങ്ങനെയുണ്ട്? ഡിഗ്രി കിട്ടാത്ത മൊട്ടയിടോ? നീ പൊടി. നമ്പൂരിച്ച വരണ്ട, അതോ ഞാനിങ്ങോട്ട് വരണ? ഹീറോ എന്നൊന്നും വിചാരിക്കണ്ട. ഇല്ല, ഞാൻ ഹീറോ അല്ല, വില്ലനാ. നിന്റെ അച്ഛന്റെ വില്ലൻ. നിനക്ക് ഞാൻ വച്ചണ്ടേ. നീ പോടാ മീശേ. പൊടി ഗുണ്ടുമുളകെ. മാധവന് രുക്മിണി ഭയങ്കര ഇഷ്ടാ. പക്ഷെ രുക്മിണി കാണുമ്പോഴൊക്കെ കടിച്ചിടാൻ ചെല്ലല്ലേ, അതുകൊണ്ട് അവന് പറയാൻ ധൈര്യമില്ല. ശരിക്കും ഇഷ്ടാ. പ്രേമം, ലവ്, കാതൽ, മൊഹബത്ത്, പ്യാർ. അറിഞ്ഞാണ മോഷണത്തിന്റെ ഒരു ഹരം അറിഞ്ഞത് ഇതാദ്യായിട്ട്. പാൻഡപ്പടെ കാണിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രാത്രി എനിക്ക് സമ്മാനിച്ചല്ലേ. ദാ വച്ചോളൂ. ഇതാ അരക്കെട്ടിൽ അങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കണ കാണാൻ നല്ല ഭംഗിയാ. അവിടെ തന്നെ കിടന്നോട്ടെ, കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വന്ന് കണ്ടോളാം. പക്ഷെ അവനത് ചെയ്തില്ല. എനിക്കറിയാം അവനെ. ഇവിടുത്തെ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടിയല്ലേ. കൈ പിടിച്ചോണ്ട് പോവാൻ മാധവേട്ടനില്ലെങ്കിൽ സ്കൂളിൽ പോവാൻ കൂട്ടാക്കില്ലായിരുന്നു നീ. ഇപ്പൊ വലിയ ആളായിട്ട് അച്ഛന്റെ ദുഷ്ടതരത്തിനൊക്കെ കൂട്ടുനിന്നു. അവന്റെ മനസ്സ് നോയിച്ചാ ദൈവം പോലും പൊറുക്കില്ല നിന്നോട്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ കണ്ണീരിൽ അല്പമെങ്കിലും സത്യമുണ്ടോ? പണ്ട് LP സ്കൂളിലേക്ക് എന്റെ തോളത്തിരുത്തി കൊണ്ടുവരുന്ന രുക്മിണിയെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ പണങ്ങുമ്പോ ചിണുങ്ങിക്കരയണ അന്നത്തെ രുക്മിണിയുടെ കണ്ണീരിനെയും എനിക്ക് വിശ്വാസമാണ്. അതുപോലെ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാമോ?
രുക്മിണിയായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം. മാധവന്റെ ആധാരം തിരിച്ചു കൊടുത്ത് കേസ് ഒഴിവാക്കി തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാധവൻ തയ്യാറാണ്. കുറെ കാലം കൊണ്ട് ഒരുമാതിരിപ്പെട്ട വിദ്യകളൊക്കെ അവൻ എന്റെ അടുത്ത് പ്രയോഗിച്ചിട്ടുള്ളതാ. സത്യമായിട്ട് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ? നീ വാടി, എങ്കിൽ പറയേ. ആ കോടതിയില് പിള്ളേച്ചനോട് മുട്ടാൻ വേണ്ട പണവും സ്വാധീനം ഇല്ലാതെ വന്നപ്പോ ഞാൻ കണ്ട ഓരോരു പോംവഴി നിന്നെ പ്രേമിച്ച് വസ്താക്കലായിരുന്നു. അതൊക്കെ സുഗുണനും നമ്പൂരിച്ചനൊക്കെ അറിയാവുന്നതാണ്. പറഞ്ഞതൊക്കെ സത്യ. പക്ഷെ ഇപ്പോ ഈ ഭൂമിയിലുള്ള മറ്റൊന്നിനു വേണ്ടിയും മാധവൻ നിന്നെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല.